ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കേൾക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇന്നത്തുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. 3 of Pentacles, the Empress, Six of Pentacles, 8 of Wands, Nine of Wands, Nine of Swords. ബോട്ടം വന്നിട്ടുള്ളത് 8 of കപ്പിൻ്റെ എനർജിയാണ്. ഇനി നമുക്ക് ഗൈഡൻസ് നോക്കാം. ബ്രൂം, soil, unicorn, camel. ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കോസ്മിക് എഗ് ആണ്. ഇതിൽ ആദ്യം വന്നിട്ടുള്ള കാർഡ് 3 of Pentacles ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ ലോകം അറിയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ കൂടെ ഒന്നുകിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുണ്ട്, പക്ഷെ ഇതുവരെയും ആ സ്കില്ല് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ സാഹചര്യം അതിനനുകൂലമായിരുന്നിരിക്കില്ല. പക്ഷെ ഈ ഒരു സമയത്ത് സാഹചര്യം അനുകൂലമാകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മാക്സിമം അത് ഉപയോഗിക്കാൻ പഠിക്കുക. നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതും എന്നാൽ നടക്കാതെ പോയതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി നടക്കാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. കാരണം അത് നിങ്ങളുടെ സ്കില്ലാണ്, നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ പാഷനുമാണ്. അപ്പം അതിന് ഈ ഒരു സമയം ഒരുപാട് സപ്പോർട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എംപ്രസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ പുതിയ എന്തോ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ. എന്തോ ഒരു കാര്യം, ഒന്നെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനോ പഠിക്കാനോ ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിലും ഇത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അത് പറ്റില്ല, അത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ള സമയമാണ്. അതിനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് സ്കില്ലുണ്ട്. അപ്പോൾ ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പാസ്റ്റിൽ എന്ത് കാര്യം വെച്ചിട്ട് തുടങ്ങുമെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാമെന്നാണ് കാണുന്നത്. എന്തോ ആകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായിരിക്കാം ആ ഒരു കാര്യം. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഒരു കാലെടുത്ത് വെക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതിൽ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുന്ന എനർജിയാണ് കേട്ടോ. അത് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, പിന്നെ ആത്മീയമായ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സമയമാണ്. ഈ സമയമാണ് ഇത്, അതിനനുകൂലമായ ഒരു സമയമാണ്. അപ്പം അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അല്ലാതെ സമയം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. അത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതാണ്.
പ്രപഞ്ചവും ദൈവവും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. പക്ഷെ ആ സമയം വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലൊരു സമയം പിന്നെ പെട്ടെന്നൊന്നും വരണം എന്ന് നിർബന്ധമില്ല. അതെപ്പോഴും നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇതിൽ ഒരു എനർജി എക്സ്ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സഹായം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അത് ചിലപ്പം ഏതെങ്കിലും ആൾക്കാർ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങൾ അവരെ ആശ്വസിപ്പിച്ചതായിരിക്കാം. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യാൻ സഹായിച്ചതായിരിക്കാം. കുറേ അധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുത്തതായിരിക്കാം. എന്ത് തന്നെ ആയാലും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്ത കാര്യം നിങ്ങളിലേക്ക്, നിങ്ങൾ നന്മ കൊടുത്തെങ്കിൽ ആ നന്മ തന്നെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് 8 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു വളരെ വലിയ സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ കുറേ കാലം നമ്മളിൽ ഇല്ല എന്ന് വിചാരിച്ച എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു ഭാഗ്യദോഷമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആ സമയത്ത് നിന്നും ശരിക്കും മാറി അത് നിങ്ങളൊരു പ്യൂരിറ്റിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കുറേ ക്ലെൻസിങ് നടക്കുന്നു, കുറേ സ്ട്രഗിളും ഒബ്സ്റ്റക്കിൾസും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലെൻസിങ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയോ അല്ല അതൊരു മെസ്സേജ് ആയിട്ടോ ഒരു കോളായിട്ടോ ചില വ്യക്തികൾ നിങ്ങളോട് പറയുന്നതായിട്ടോ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അത് പെട്ടെന്ന് സഡനായിട്ട് വരുന്നതാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങ് വരാമെന്നാണ് കാണുന്നത്. പിന്നെ 9 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇതിലൊരു കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കടന്ന് നിങ്ങൾ പുറത്തിറങ്ങിയ ഒരു ഇതാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചത് ആ ഒരു സ്റ്റേറ്റിൽ നിന്നും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ശക്തി സംഭരിച്ചു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അനുഭവ പരിചയം ഉണ്ടായി. നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഒന്നിലും പെട്ടെന്ന് എടുത്തു ചാടാതെ ആ ഒരു നിങ്ങളെ ഇത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു അവസാനത്തെ പരീക്ഷണമാണ്. അപ്പം നമ്മൾ ഈ അവസാനം വരെ പോവും, പക്ഷെ അവസാനമാകുമ്പോൾ നമ്മൾ തോറ്റു പിന്മാറും. അങ്ങനെ ചെയ്യരുത്. അവസാനത്തെ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കണം. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത്രയും ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിക്കാൻ പോണത്. അത് ഒരു പരീക്ഷണമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയൊരു പരീക്ഷണം നടക്കുന്നതാണ്. കാരണം നെഗറ്റീവായിട്ടല്ല, അത് ഇന്ന് കൂടി ഒന്ന് കഴിഞ്ഞു പോകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ഇത് വളരെ കുറച്ച് ആൾക്കാർക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. എനിക്കിനി വയ്യ എന്ന് തോന്നുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്കിനി എന്നെ കൊണ്ട് ഇനി ഒട്ടും പറ്റൂല, ഒരടി പോലും അല്ലെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് കാത്തിരിക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, ആ ഒരു അവസാനത്തെ പരീക്ഷണഘട്ടം കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു നന്മ വരാൻ പറ്റുള്ളൂ. ഇതിൽ അടുത്ത് കിട്ടിയിരിക്കുന്നത് ഒരു 9 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും. പണ്ടത്തെ കഥകൾ ചികഞ്ഞുകൊണ്ട് വരും. നമ്മളെ ഇൻസൾട്ട് ചെയ്തത്, നമ്മളെ ഉപേക്ഷിച്ചത്, നമുക്ക് കിട്ടാത്തത്, നമ്മളെ വേദനിപ്പിച്ചതൊക്കെ ആയിട്ടുള്ള കുറേ കഥകൾ മനസ്സ് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ നിർത്തും. ഇത് കണ്ടോ, ഇത് നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അതിൽ തോറ്റു പോകാതിരിക്കുക. ഈ മനസ്സിനെ നിയന്ത്രിക്കാനാണ് എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യണം, പ്രാണായാമം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ മെഡിറ്റേഷൻ പ്രാണായാമം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും അതിനാണ് എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്രൗണ്ടിങ് എനർജിയിൽ ഇരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ പറ്റും. ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്ത മനുഷ്യർ ആരും തന്നെ ഇല്ല. ഈസി ആയിട്ട് ജീവിതം തീർത്ത ഒരാളും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ വലിയ ബിസിനസ്സുകാർക്ക് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാകും. അത് ഒരു മിഡിൽ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ തീരെ താഴെ തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. നമ്മളെ സാധാരണ മനുഷ്യർ, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ
നമ്മളിതൊക്കെ ഈ സ്ട്രഗിളൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മളെ വരുതിയിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. പിന്നെ ഇതിൽ ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം കണ്ടതിൻ്റെ ഒരു ടെൻഷനും വേദനയും അതിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അത് വിട്ടുകളയുക പൂർണ്ണമായിട്ടും. അത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കടന്നു പോകാനാണ്, അത് നിങ്ങളത് വിട്ടുപോകൂ എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആദ്യം മനസ്സിലാക്കുക, നമ്മൾ വിചാരിക്കും നമ്മളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ശരിയാക്കി കളയാമെന്ന്. ഒന്നും പറ്റില്ല കേട്ടാ. നമ്മളുടെ കാര്യങ്ങൾ പോലും നമുക്ക് ശരിയാക്കാൻ പറ്റണില്ല. നമ്മളെപ്പോഴും ആലോചിക്കുക, സ്വയം നമ്മൾ തന്നെ മാറ്റേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. നമ്മളുടെ ഹാബിറ്റ്സ് ഉണ്ട്, നമ്മളുടെ ഇമോഷനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മളുടെ ചില ശീലങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇതൊന്നും മാനേജ് ചെയ്യാതെ മറ്റുള്ളവർ, നമ്മുടെ ഹസ്ബൻഡാകാം, വൈഫാകാം, കുട്ടികളാകാം, മാതാപിതാക്കളാകാം, ഇവയൊക്കെ ശരിയാക്കാൻ നടക്കുകയാണ്. അത് ചെയ്യാതിരിക്കുക. ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുമാറിപ്പോവുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മളെ വേദനിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാറിപ്പോകുക. പിന്നെ ഇതിൽ നിന്നും ചിലപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് മാറിപ്പോകാൻ പറ്റാത്തത് നമ്മളെ ഫാമിലി ലൈഫിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും ഈസി അല്ല. അത് പോകാൻ പറ്റൂല എന്ന് വെച്ചാൽ പോകാൻ പറ്റും. നമുക്ക് ഒട്ടും പറ്റൂലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാം. കുറച്ച് ധൈര്യം മാത്രം മതി. പക്ഷേ എന്നാലും അതൊരു പരീക്ഷണമായിരിക്കും പല ആൾക്കാർക്കും. ഈ ഒരു ജന്മത്തിൽ ഇത്ര കാലം ഇങ്ങനെ ഒരു കാര്യം അനുഭവിക്കണം. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് അനുഭവിച്ചാൽ അതിന് പുറത്തിറങ്ങാം, ഒരു കുഴപ്പമില്ല. നമ്മൾ അതിന്ന് പകുതി ഇട്ടിട്ട് ഓടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം, നിങ്ങളുടെ സോള് ആഗ്രഹിക്കാത്ത എന്തോ ഒരു കാര്യം അതിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എത്ര ഇഷ്ടമുള്ള കാര്യമാകട്ടെ, നിങ്ങൾ അതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പം തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത് ചില എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആയിരിക്കാം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് നമ്മളുടെ സ്വന്തമല്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അത് നമ്മുടെ സ്വന്തം അല്ലെന്ന് മനസ്സിലാക്കിയാൽ, മാത്രമല്ല അതിൽ നിന്ന് വേദനയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറിപ്പോകുന്നത് തന്നെയാണ് നല്ലത്. അതും കൂടെ മനസ്സിലാക്കാം. പിന്നെ പിന്നെ ഇന്നത്തെ എനർജി വന്നിട്ടുള്ളത് ബ്രൂമാണ്. എനർജി ക്ലിയറിങ്ങും ഫ്രഷനിങ്ങുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ എനർജി അത് നമുക്ക് വേണ്ടാത്ത ഇതാണെങ്കിൽ നമ്മളത് വിട്ട് കളയുക തന്നെ വേണം. അതായത് നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ വേദനകൾ, ഇതൊന്നും വേണ്ടാത്തതല്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യണം. വീട്ടിൽ വെക്കാൻ പാടില്ല, നമ്മളുടെ മനസ്സിലോ ഹൃദയത്തിലോ ഒന്നും തന്നെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഒരു എനർജി ക്ലിയറിങ് ആവശ്യമാണ് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഇതിൽ വന്നിട്ടുള്ള എനർജി ക്ലിയറിങ്ങും ഫ്രഷനിങ്ങുമാണ്. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു എനർജി ക്ലിയറിങ് ചെയ്യുക. ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ റേക്കി ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും റേക്കിയോ പ്രാണി ഹീലിങ്ങോ അങ്ങനെയുള്ള ഹീലിംഗ് സെക്ഷനിൽ ക്ലെൻസിങ് ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് ഒന്ന് ക്ലെൻസിങ് ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും, അത് എപ്പോഴും ചെയ്യണമെന്നില്ല. നമ്മളൊന്ന് ടയേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തോ സംതിങ് എനിക്ക് നെഗറ്റീവായിട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എനർജി ക്ലിയറിങ് ചെയ്യുക. കാരണം അതൊരു റേക്കി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് ചെയ്തു തരാൻ പറ്റും. പക്ഷെ നല്ല ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അത് ചെയ്യുക. ഇപ്പം ഒരു സെക്ഷൻ എടുത്താൽ പോലും, ഒറ്റൊരു സെക്ഷൻ എടുത്താൽ പോലും ഒരു എനർജി ക്ലിയറിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ ചില ആൾക്കാർ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടെ വാങ്ങി വീട്ടിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളുടേതുണ്ടാവും, മറ്റാൾക്കാരുടേതുണ്ടാവും. പിന്നെ ഈ പുറത്ത് കിടക്കുന്ന ഭംഗി തോന്നുന്ന പല കാര്യങ്ങളും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരും. പ്രത്യേകിച്ചും അത് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ നല്ല
കാര്യങ്ങൾ ഡസ്റ്റ്ബിന്നിൽ കിടക്കണം കാണുമ്പോൾ അതെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ചെയ്യാനേ പാടില്ല. ഇത് മറ്റൊരാൾ ഉപയോഗിച്ച് അവരുടെ എനർജിയുള്ള കാര്യങ്ങളാണ്. അവരത് എന്തൊക്കെ യൂസ് ചെയ്തു എന്ന് നമുക്ക് അറിഞ്ഞൂടാ, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും നമ്മളെ വീട്ടിലേക്ക്, നമുക്ക് അറിഞ്ഞുകൂടാത്ത സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിലെന്തൊക്കെ എനർജി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരിക്കലും ചെയ്യാതിരിക്കുക. അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല, വേറെ ആൾക്കാരുടെ അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവർക്ക് ഇപ്പോൾ നാട്ടിൽ പോണ ചില ആൾക്കാരുണ്ട്, അവർ കുറച്ച് ഒന്ന് വെക്കുമോ എന്ന് ചോദിച്ച് അത് നമ്മളെ വീട്ടിൽ ചിലപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ, കാരണം അവർക്കൊരു സഹായമാവും. അതല്ല, ഇതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാണ് എനർജി ക്ലിയറിങ് വരുന്നത്. ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക. കൃത്യമായിട്ട് എനർജി ക്ലിയറിങ്ങിൻ്റെ ആവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്. അടുത്ത സോയിലാണ്. ഇതിൽ നമ്മളൊരു വിത്ത് നട്ടിട്ട് ഇപ്പം തന്നെ എനിക്ക് ഫലം വേണമെന്ന് വിചാരിച്ചിരിക്കാതിരിക്കുക. അത് വിത്ത് നട്ടാൽ അത് നിലം ഉഴണം, പിന്നെ അത് മണ്ണ് പാകമാവണം. അപ്പോൾ ഈ ഫലം ഉടനെ കിട്ടുമെന്ന് വിചാരിക്കാതെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അതിന് ചെയ്തു കൊടുക്കുക. ഒരു വിത്ത് നട്ടിട്ട് അത് വെള്ളമൊഴിക്കണം, വളമിടണം, പിന്നെ മണ്ണ് കള പറിച്ചു കൊടുക്കണം. ഇതെല്ലാം ചെയ്യണം. ചെയ്തിട്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാലാണ് അതിൻ്റെ ഫലം കിട്ടണത്. അല്ല വിത്ത് നട്ടിട്ട് അപ്പം തന്നെ ഫലം കിട്ടണം എന്ന് വിചാരിക്കരുത് എന്ന് പറയുന്നത് പോലെ കുറച്ച് ക്ഷമ വേണം നിങ്ങളുടെ ജീവിതത്തിൽ. ഈ ഒരു സമയം നിങ്ങൾ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. അപ്പം നമ്മൾ ഒരു കാര്യം എനിക്ക് വേണം, അത് ഈ നിമിഷം വേണമെന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാബിറ്റ് മാറ്റണം, അത് ഇന്ന് തന്നെ മാറ്റണമെന്ന് ചിന്തിക്കരുത്. വളരെ സ്ലോലി. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പാകപ്പെടുത്തി എടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇതിൽ യൂണിക്കോണാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ യൂണിക്കോൺ ഇത് ഒറ്റ കൊമ്പുള്ള ഒരു ജീവിയാണ് യൂണിക്കോൺ. ഇത് സ്പിരിച്വൽ അനിമലാണ് കേട്ടോ, സാധാ ഒരു ഇതല്ല. ഇതിൻ്റെ തേടയിൽ നിന്നാണ് ഒരു കൊമ്പ് പോയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ തേടൈ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ശക്തമായ ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയുള്ള കാർഡ് വരുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. മാത്രമല്ല അതിൽ വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ വെറുതെ എനിക്ക് ഇൻഡ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണത്. നമുക്ക് ഒരു കിട്ടുന്ന സ്പിരിച്വൽ ഗിഫ്റ്റിന് നമുക്ക് എങ്ങനെ അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കുക. നിങ്ങൾ പ്രാണായാമം ചെയ്യുക, പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുക, ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താണ് വരണത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഒരു ടാരോയും നോക്കണ്ട. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഈ ടാരോയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. ഇതെനിക്ക് തന്നെ അറിയാലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണം കേട്ടോ. അല്ലാതെ എന്നും ഒരാളിൻ്റെ ഗൈഡൻസ് അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ ഇൻഡ്യൂഷൻ പ്രവർത്തിച്ച് തുടങ്ങിയാൽ നമുക്ക് വേറൊരാളിൻ്റെ ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ സോളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ സോൾ തന്നെ പറഞ്ഞു തരും, ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ ഇങ്ങനെയാണ് എന്ന് നമ്മുടെ സോൾ പറഞ്ഞു തരും. അപ്പോൾ ആ അവബോധത്തിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗൈഡൻസിന്റെ ആവശ്യമില്ല, എന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ വല്ലപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് വേണ്ടാന്നല്ല ഞാൻ പറയണത്. പതിയെ നിങ്ങൾ നല്ല പ്രാർത്ഥന, നല്ല മെഡിറ്റേഷൻ, നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ പ്രാക്ടീസസ് ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു തലമേ മാറിപ്പോകും. അത് എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തന്നെ സാധ്യമല്ല, എനിക്കിത് പറ്റൂല, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സാധ്യമാകുന്ന വാതിലുകൾ ദൈവം തുറക്കും. അപ്പം അങ്ങനത്തെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഇന്നത്തെ വരും എന്നാണ് കാണുന്നത്. പിന്നെ ക്യാമലാണ്. ഇതിൽ നിങ്ങൾ ചില ആൾക്കാർ എനിക്ക് ഉടനെ മരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കിനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനൊന്നും വയ്യ, എൻ്റെ ജീവൻ അങ്ങ് എടുത്താൽ മതി. അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയും സ്ട്രഗിള്
ജീവിതത്തിൽ അനുഭവിച്ചു കഴിയുമ്പം എപ്പോഴും ചിലപ്പോൾ പല ആൾക്കാരും വിചാരിക്കും എനിക്കിനി ജീവിക്കേണ്ട, എന്തിനാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ സ്ട്രഗിള് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്നും ഇങ്ങനെ ഈ ഭൂമി വിട്ടു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കണില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിനി അധികം ജീവിക്കണ്ട, എനിക്ക് അധികം ഈ ഒരു ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ട് ആൾക്കാർ. എനിക്ക് ഇത് നിർത്തിയാൽ മതി, ഇതൊന്ന് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഭയമായിട്ടുള്ളതും അത് തെറ്റാണെന്ന് അറിയാവുന്നത് കൊണ്ടും ഒക്കെ മാത്രം ജീവിതം ജീവിച്ച് തീർക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്കിത് കേൾക്കുമ്പോൾ ചിരി വരണം കേട്ടോ. കാരണം നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു ഗൈഡൻസും കിട്ടുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നടക്കാത്തത് കൊണ്ട് എനിക്കിനി വയ്യാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെയാണ് യാത്ര മതിയാക്കി പോകാൻ പറ്റണത് ഒരിക്കലും ചിന്തിക്കണ്ട, അത് നടക്കൂല കേട്ടോ. പിന്നെ നമുക്കിതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റൂല നമ്മളാണ് വിചാരിക്കുന്നത്. അതൊക്കെ പറ്റും, ഒളിച്ചോടാതിരുന്നാൽ മാത്രം മതി. നമ്മൾ എങ്ങോട്ടോടും, ഓടിയാലും എങ്ങോട്ടാണ് ഓടാൻ പോണത്. അപ്പോൾ ഒളിച്ചോടാതിരിക്കുക. നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു വലിയൊരു ട്രബിളുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ഉണ്ട്, ഇത് ഞാൻ അംഗീകരിക്കുന്നു. നമുക്ക് നമ്മളാൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത കാര്യം നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമുക്കിഷ്ടമുള്ള ദൈവത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുക. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അവിടെ നിന്ന് ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞ് നിങ്ങളത് സമർപ്പിച്ചു കൊടുക്കുക. ദൈവം അവിടെ വലിയൊരു വഴി, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മനോഹരമായ ഒരു വഴി ഉണ്ടാക്കിത്തരും. അതാണ് നമ്മൾ ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അത് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുത്ത് അവിടെ സിമ്പിളായിട്ട് നടത്തി തരും. നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കോസ്മിക് എഗ്ഗാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ഒരു റീബർത്ത് എടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഇത് എഗ്ഗാണ്. അപ്പം എഗ്ഗിൽ നിന്നും നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഒരു മുട്ട, അത് എത്ര പെയിൻഫുൾ ആയിട്ടാണ് അതിന്ന് ആ ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ കഠിനമായ ഒരു ഷെല്ലാണ് അതിനുള്ളത്. അപ്പം നമുക്കത് കഠിനമല്ലെങ്കിലും അതിനകത്തിരിക്കുന്ന ആ ഒരു ജീവന് അത് പൊട്ടിച്ച് പുറത്തു വരാൻ അതിന് കഠിനം തന്നെയാണ്. അപ്പം നമുക്കൊരു മുട്ട എടുത്ത് വെച്ചോ, ഇതിപ്പോൾ ഒരു തട്ട് കൊടുത്താൽ നമുക്ക് പൊട്ടിപ്പോകുമെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ് ജീവനുണ്ടല്ലോ, അതിന് ഈ ഷെല്ലെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രഗിള്, വളരെ വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു പോണത് വെറുതെ അല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതുവരെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എന്തോ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെളിപ്പെടുത്തി തരിക എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ലക്ഷ്യം. കാരണം നിങ്ങളിങ്ങനെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം അറിയാമല്ലോ, ഇതിൽ ചുറ്റിയിരിക്കുന്നതൊരു സെർപ്പൻ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ ഷെഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ സ്കിൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെ കുണ്ടലിനി എനർജി ഇങ്ങനെ ഉയരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാരുടെ കുണ്ടലിനി വെക്കണുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്രത്തോളം മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. അത് മനസ്സിലാക്കണ്ട. നമ്മൾ അതിലേക്ക് ഇങ്ങനെ അയ്യോ എൻ്റെ കുണ്ടലിനി ഉണരുന്നു എന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് സംഭവിച്ചോളും. അപ്പോൾ ഇതില് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കുന്നു. നിങ്ങൾ ഈ മുട്ടയെ ഈ പാമ്പൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പം അതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇത് റൈസ് ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കുണ്ടലിനെ റൈസ് ചെയ്യണതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പുറത്ത് വരെ കുറേ സമയം എടുക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ക്ഷമയോടെ നമ്മളൊന്ന് കാത്തിരുന്നാൽ മാത്രം മതി. അതിനാണ് സോയിൽ വന്നിട്ടുള്ളത്. ക്ഷമ വേണം എന്നാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു ശരിക്കും
ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാം. നമ്മളെ പെട്ടെന്നൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൂടി മനസ്സിലാക്കാം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.